ന്യൂസ്രീൽ നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ശബ്ദാനുകരണ കലാകാരിയുമായ പ്രീതിമയാണ്. സ്വാഗതം പ്രീതിമ ന്യൂസ്ത്രീയിലേക്ക്. നമസ്കാരം. പ്രീതിമ, എല്ലാവർക്കും താല്പര്യമുള്ളൊരു മേഖലയാണ്, പക്ഷേ സ്ത്രീകൾ അധികം എത്താത്ത ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന നിങ്ങൾക്ക് വലിയ സ്വീകാര്യതയും കിട്ടുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു ശബ്ദാനുകരണ രംഗത്തേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ 7th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു ശബ്ദം അനുകരിച്ച് നോക്കുന്നത്. അതായത് വിക്രമാദിത്യനും വേതാളം എന്നുള്ള സീരിയലിനകത്ത് വേതാളത്തിന്റെ ശബ്ദമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. പിന്നെ സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ശബ്ദം അനുകരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. എപ്പോഴും പുതുമകൾ വേണമെന്ന ആളുകൾ ശാഠ്യം പിടിക്കുന്ന സ്ഥലമാണല്ലേ? അല്ലെങ്കിൽ കേട്ട് കേട്ട് പഴകിയത് കേട്ടാൽ അവരൊക്കെ മുഖം ചുളിക്കും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണല്ലോ. അപ്പൊ അതിനു വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? വേദികളെ കുറിച്ച് പറയോ? ഏതൊക്കെയായിരുന്നു വേദികൾ? ഞാൻ സ്റ്റേജ് ഷോ പെർഫോമറാണ്. ഇപ്പോൾ ഒരു 7 വർഷമായിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കലാഭവമണി പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്, മലയാള പുരസ്കാരം, അങ്ങനെ കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് സ്കൂളിലൊക്കെ അന്ന് നമ്മൾ വലിയ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടില്ല. പിന്നെ അതിനുശേഷം ഈ അടുത്ത സമയത്താണ് ഞാൻ കൂടുതൽ പേരുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കുകയും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ കൂടുതലും വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, വെറൈറ്റി ശബ്ദങ്ങൾ. അപ്പോൾ അത് കൂടുതൽ റീച്ചൊക്കെ ആയതുകൊണ്ട് പിന്നെ പുതിയ പുതിയ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പെർഫോമൻസിലേക്ക് പോകാം. ആളുകൾ അത് തന്നെ ആയിരിക്കുമല്ലോ കാത്തിരിക്കുന്നത് അല്ലെ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആയി എന്ന് തോന്നിയത് പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാമോ ആരുടെയെങ്കിലും ശബ്ദം? ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ അടുത്ത സമയങ്ങളിൽ പഠിച്ചതിനകത്ത് ഞാൻ സുരഭി ലക്ഷ്മിയുടെ ശബ്ദത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. ശരി ശരി, ഓക്കെ. അതായത് ARM മൂവിയിലെ സുരഭി ചേച്ചിയുടെ. ശരി ശരി. എൻ്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. ഒരു കള്ളനാവാനേ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ വല നെയ്യുന്ന ചെലന്തിയുടെ ക്ഷമയും കുറുക്കൻ്റെ കെണിയും പഠിക്കണം. എനിക്ക് തോന്നുന്നു പ്രീതിമയുടെ ഒരു പ്രത്യേകത ബാക്കിയുള്ളവരിൽ നിന്ന് ഞാൻ കണ്ടത്, ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പോയപ്പോൾ മനസ്സിലാക്കിയത്, ഈ പെട്ടെന്ന് ഈ ചേഞ്ച് ഓവർ ഉണ്ടല്ലോ, അത് പ്രീതിമയ്ക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാപ്പ് വരാതെ തന്നെ ഞാനിപ്പോൾ ഒരു 5-6 പേരുടെ പേര് പെട്ടെന്ന് പറയുകയാണെങ്കിൽ ആ ചേഞ്ച് പെട്ടെന്ന് വരും. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ആളുകൾ ആദ്യം ഒന്ന് അത് കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഞാൻ ഓരോരുത്തരുടെ പേര് പറയട്ടെ. പ്രീതിമ, ഓക്കെ. ചിന്ത ജെറോ. പറഞ്ഞു. കേരളത്തിലെ എല്ലാ അമ്മമാരും ജിമിക്കിയും കമ്മലും ഇടുന്നവരല്ല. എല്ലാ അമ്മമാരുടെയും ജിമിക്കിയും കമ്മലും മോഷ്ടിച്ചോണ്ട് പോകുന്ന അച്ഛന്മാരും കേരളത്തിലില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രസംഗമാണ്. മാറുന്ന കേരളീയ യുവത്വം എന്നതിനെ കുറിച്ചായിരുന്നു എന്റെ പ്രസംഗം. നമിത പ്രമോദ്. അവനെ ഹഗ് ചെയ്തേനല്ലേ ഈ കുശുമ്പ്? അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചു എന്നിരിക്കും, ചിലപ്പോ ഉമ്മ വെച്ചു എന്നിരിക്കും. സായി പല്ലവി. அதா கேக்குறே, இவ்ளோ சொல்றவ என்ன கூட இருக்குன்னு பச்சை சொல்ல வேண்டியதானே மிஸ்டர் குமரன். അനുശ്രീ. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കൂട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവുന്നേട്ടാ. അച്ഛൻ പറഞ്ഞത് നേരാ. അരുണേട്ടൻ മഹാഭിമാനിയാണെന്ന്. അതുകൊണ്ടല്ലേ ശ്രീധരൻ തന്നത് ഇഷ്ടാവാഞ്ഞേ. സിനിമയിലെ നായികമാരെ മാത്രമല്ല, ഞങ്ങളുടെ മാധ്യമരംഗത്ത് നിന്നുമുള്ള ആളുകളൊക്കെ അനുകരിക്കും. സുജയ പാർവതി. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനം എന്നുള്ള ചെറുപ്പത്തുള്ള ആഗ്രഹമാണെങ്കിലും വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം NV നികേഷ് കുമാർ എന്ന് പറയുന്ന തീപ്പൊരി റിപ്പോർട്ടറാണ്. സാറിനെ മീറ്റേഴ്സിലൊക്കെ എന്നെ ചീത്തയൊക്കെ പറയും, ആദേശിയൊക്കെ പറയും.
അതൊക്കെ ഒരു ഗുരു ശിഷ്യയോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് ആ കരുതുന്നത്. ഷാനി ചേച്ചി, ഷാനി പ്രഭാകർ. നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്, നേരിട്ടൊരൊറ്റ ചോദ്യം ശ്രീ വി വി രാജേഷ്. അസാം പൗരത്വത്തിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള 19 ലക്ഷം പേരിൽ മുസ്ലിങ്ങളല്ലാത്ത 13 ലക്ഷം പേർക്കും ഇന്ത്യയിലെ നിയമത്തോടുകൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലേ? അമല പോൾ. കുട്ടിയായിരിക്കുമ്പോൾ ഇങ്ങനൊരു കൈയടി കേൾക്കാൻ ഞാനും കൊതിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ എനിക്ക് എവിടെ എത്താനായില്ല. പേടിയും നിരാശയായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ വഴക്ക് കേൾക്കുമോ എന്നുള്ള പേടി. ആഹാ, ഇനിയുണ്ട് കേട്ടോ ലിസ്റ്റ്. ചെറിയ ലിസ്റ്റ് ഒന്നുമല്ല, 10-22 പേരുടെ ലിസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ പെട്ടെന്ന് തീർന്നു പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് ചോദിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടെ കേട്ടിട്ട് അതിലേക്ക് വരാം. ഈ എങ്ങനെയാണ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ? ഈ പറഞ്ഞ പോലെ ആദ്യം 7ാം ക്ലാസ്സിൽ നമ്മൾ മിമിക്രി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ശബ്ദാനുകരണം തുടങ്ങുമ്പോൾ ഉള്ളൊരു രീതിയല്ലോ ഇപ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണലായി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ? ഇങ്ങനെ കേട്ട് പഠിക്കൽ അത് എത്രത്തോളം സമയം എടുക്കും? അതിനെക്കുറിച്ച് പറയുമോ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ഇപ്പോഴത്തെ നടിമാരുടെയൊക്കെ കുറേ പേരുടെയൊക്കെ ശബ്ദം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ ഇൻ്റർവ്യൂസിൻ്റെ വീഡിയോസോ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് അതൊന്ന് സേവ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആക്ട്രസിൻ്റെയൊക്കെ ഞാനത് പിന്നീട് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒരു 50% ഓക്കെ ആണെങ്കിൽ ഒന്നും കൂടെ ഒക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് ഇടാറുണ്ട്, സ്റ്റേജിലൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഈ സ്പോട്ട് ഡബിങ്ങിന് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പല TV ഷോകളിലും ഇങ്ങനെ വൈറലായത് നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ പ്രതിമയെ കണ്ടതും അങ്ങനെയാണ്. അപ്പോൾ ഈ സ്പോട്ട് ഡബിങ് ഭയങ്കര പാടുള്ള പണിയല്ലേ? അതെ അതെ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമകളുടെ സീൻസ് എടുത്തിട്ട് അത് നമ്മൾ അത് അവരുടെ ശബ്ദത്തിലും ആ ലിപ്പ് അനുസരിച്ച് ആ മോഡുലേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് സ്റ്റേജ് ഷോസ് കൂടുതലും സ്പോട്ട് ഡബിങ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പ്രീതിമ കൊച്ചിയിലാണ്, ഞാൻ തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് ആ സമയത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ലാഗ് വരും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പോട്ട് ഡബിങ് പരീക്ഷിക്കാത്ത. അല്ലെങ്കിൽ ഞാനൊരു ദൃശ്യം ഇട്ട് തന്നിട്ട് അതിലേക്കൊക്കെ പോയേനെ. അപ്പോൾ ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഡബിങ്ങിലേക്ക് എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? ഫിലിമിലൊക്കെ ഡബ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രീതിമയ്ക്ക്? ചെയ്തിട്ടുണ്ട്. സീരിയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ആക്ട്രസ് സ്വാസികയ്ക്ക് വേണ്ടിയിട്ടൊരു ആഡ് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഡബിങ്ങിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ സീരിയൽസ് ഒക്കെ ചെയ്തു. പിന്നെ സിനിമയിൽ കുറച്ച് നായികമാർക്കൊക്കെ വേണ്ടിയിട്ട് നടി മേഘ തോമസിനൊക്കെ വേണ്ടിയിട്ട് ഡബ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ളൊരു ചലഞ്ചാണ് ആ താരം വേദിയിലുള്ളപ്പോൾ തന്നെ അവരെ അനുകരിക്കുക എന്നുള്ളത്. പ്രതിമയ്ക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ വേദിയിലുള്ളപ്പോൾ തന്നെ അവരോട്? എനിക്ക് തോന്നുന്നു സുജയ പാർവതിയോട് വേദിയിൽ നിന്ന് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അല്ലാതെ സിനിമാ താരങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒപ്പം നിന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിനയ് ഫോർട്ട് ചേട്ടന്റെ കൂടെ ചെയ്യാൻ പറ്റി. എന്നാ നമുക്കന്ന് കേട്ടാലോ വിനയ് ഫോർട്ടിനെ? അത് പക്ഷേ ഒരു മെയില് ചെയ്യുമ്പം അത്രയും പെർഫെക്ഷൻ ഒന്നും വരത്തില്ല. ഏകദേശം ആ ഒരു ശബ്ദത്തിന്റെ ഒരു മാച്ച് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ശരി, ഒന്ന് ട്രൈ ചെയ്യാം. പ്രേമമെന്ന സിനിമ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം ചെയ്ത സിനിമകളൊക്കെ ഹിറ്റായിരുന്നെങ്കിലും പ്രേമത്തെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പ്രതിമ ഒപ്പം ഈ ഫോൺ പേയിൽ മമ്മൂട്ടി നന്ദി പറയുമല്ലോ നമ്മൾ പൈസ ഇടുമ്പോൾ. അപ്പൊ അത് വേറെ വെറൈറ്റി കുറെ ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള റീല് ഞാൻ കണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കാണിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയതായിട്ട് പ്രതിമ ചെയ്യുന്നത് അതാണ് അല്ലേ? അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വിഷു ആയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം.
അപ്പം ശരി ശരി, അത് വിഷുവിന്റെ രണ്ടും കുറച്ച് വേണം. ആശംസ ആദ്യം നമുക്ക് ഓരോരുത്തര് ചെയ്യുന്നതായിട്ടാണ്. ആദ്യം അത് ഞാൻ നമുക്ക് ചുമ്മാ ഫോൺ പേ just ചെയ്യാം. അയ്യോ, ഞാൻ അതിന് പകരം ഞാനൊരു പാട്ട് പാടാം. ശരി ആയിക്കോട്ടെ. ഫോൺ പേ ചെയ്യാൻ പറ്റില്ലേ? ഹലോ, കേൾക്കുന്നില്ല. ഓക്കെ, ആ ഒന്ന് രണ്ടുപേരുടെയൊക്കെ ചെയ്യാം. ശരി. അതിന്റെ ആ ഒരു ടോണും കൂടെ കിട്ടിക്കഴിഞ്ഞാലേ കുറച്ചും കൂടെ ഒരു കേൾക്കുന്നവർക്കൊരു രസം ഉണ്ടാവുള്ളൂ. ഉം. അപ്പം നടി അനുശ്രീ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഉം. 150 രൂപയെന്ന് പറഞ്ഞപ്പോൾ 200 രൂപ ഇട്ടു അല്ലേ? എനിക്കറിയാം, ചേട്ടൻ മഹാഭിമാനിയാ. അപ്പൊ നന്ദിയുണ്ടേ. അടുത്തത് നമുക്ക് ചിന്ത ചേച്ചി, ചിന്ത ജെറോം. ഇത് ഒരു തെറ്റായ നിലപാടാണ്. QR കോഡ് സ്കാൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷുകൾ ലഭിക്കുക ഇല്ല എന്ന് അറിയിക്കുന്നു. അടുത്തത് ഷാനി ചേച്ചി. താങ്കൾ അയച്ചിരിക്കുന്ന മുഴുവൻ കാശും ഞങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ നമ്മുടെ എന്ന് നിന്റെ മൊയ്തീനാത്ത കാഞ്ചനമാല, അതായത് പാർവതി തിരുവത്ത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നോക്കാം. ഒരു 10,000 രൂപ അല്ല 1,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി നന്ദി. അടുത്ത അമല പോള്. ₹10 received on phone pay. Thank you. ഓക്കെ. സായി പല്ലവി നേരത്തെ എടുത്തത് ഗംഭീരമായിരുന്നു. അപ്പൊ അത് നമുക്ക് ആ സ്പോട്ട് ഡബിലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഇതിപ്പോ നമുക്ക് ശബ്ദം കാണുന്നു, വേറെ സ്ക്രീൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റുന്നില്ല. എങ്കിലും ഞങ്ങൾക്ക് അത് അറിയാവുന്നതുകൊണ്ട്, അതെ അതെ അറിയാവുന്നത് കൊണ്ട് അത് കണക്ട് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കര രസമായിട്ട് തോന്നിയത് പ്രതിമ മല്ലിക സുകുമാരനെ കാണിക്കുന്നതായിരുന്നു. മല്ലിക സുകുമാരന്റെ റീസെന്റ് ഒരു ഇന്റർവ്യൂവിന്റെ ഒരു പോർഷൻ ആയിരുന്നു അത്. അത് ഞാൻ ഈ അടുത്ത സമയത്ത് പഠിച്ചു. പറഞ്ഞോളൂ പ്രീതിമ, മല്ലിക സുകുമാരനെ ഒന്ന് അനുകരിച്ചാലോ? ഓക്കെ. ഞാനിതേ ഞാൻ പറഞ്ഞില്ലേ ഒരു കുറച്ച് ദിവസം ആകത്തുള്ളൂ, ഒരു 10 ദിവസമൊക്കെ ആകത്തോളം തോന്നുന്നു. ലേറ്റസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാം. ശരി. പൃഥ്വിരാജ് വശപ്പശകായിട്ട് നോക്കുന്നു ലാലേട്ടനെ. അത് കഴിഞ്ഞപ്പോൾ ടോബിനോ ശരിയല്ല, ഇനി ടോബിനോ ആണോ വില്ലൻ? രാജുവിന് പണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്യണമെന്നുള്ളത്. എത്രത്തോളം ശരിയായെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ പെട്ടെന്ന് ചെയ്തപ്പോൾ പ്രീതിമ, ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു ചേഞ്ച് ഓവർ എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ശബ്ദം കൊണ്ടാണല്ലോ ഈ കാണിക്കുന്നത്. പിന്നെ ലൈവാണ്, അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ റെക്കോർഡിംഗ് ആണെങ്കിൽ പ്രീതിമയ്ക്ക് പറയാം അത് ശരിയായില്ല, ഞാൻ ഒന്നുകൂടി ചെയ്യാന്ന്. പക്ഷെ ലൈവ് വരുമ്പോൾ അത് അത്രയും ടെൻഷനും കൂടെ എനിക്ക് നന്നായിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു ആവശ്യമില്ല കേട്ടോ, ടെൻഷന്റെ ഒരു ആവശ്യമില്ല. ഞങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണല്ലോ പ്രീതിമ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുപാട് പേർക്ക് അറിയുന്നതാണ്. അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. നമുക്ക് ഒരു പാട്ട് പാടിത്തരാമെന്നോ മറ്റോ പറഞ്ഞല്ലോ, എന്തോ ഞാൻ പുതിയത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അത് ആ പാട്ട് എന്താണ് സംഭവം? അത് ഞാൻ ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിലൊക്കെ ചെയ്തതാണ്. നമ്മുടെ ഫീലിംഗ് സോങ് ഇങ്ങനെ പാടുന്നതായിട്ട്. ശരി, കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? കണ്ടിട്ടുണ്ട്. അത് ചെയ്തോളൂ, കാണാത്തവരൊക്കെ കാണട്ടെ. ഓക്കെ. ഓ ശരി. ജനങ്ങൾ പറയുന്നത് മല്ലിക ബാണന്റെ അമ്പുകളിൽ തുടങ്ങാനാണ്. ഓക്കെ ശരി. ആരണ്ടി കൊസാരി ഏതണ്ടി കൊസാരി പൗൻ തക്കുവ പതണ്ടി കൊസാരി. ഇത് ഒരു തെറ്റായ വാക്കാണ്. പടുകുണ്ട ഓസാരി, മെലികുണ്ട ഓസാരി, എമിത്തി സൊക്ക കോസണ്ട ഓസാരി, അങ്ങനെ എന്തോ ആണ്. ആ ഏല് നോക്കുന്നുണ്ടോ ഓസാരി, ആ കാല് നോക്കുന്നുണ്ടോ ഓസാരി, నువ్వు పక్కనుందో ప్రేదన్ కసారి. അപ്പൊ ഞാൻ പാടുകയാണേ. വച്ചുണ്ടായി ഫീലിങ്സോ വെച്ച് ചെമ്പേസ്തുണ്ടായി ഫീലിങ്സോ. പ്രീതിമ, ഞാൻ ചിരിക്കാതെ പിടിച്ചു നിന്നാണ്, കാരണം നമ്മുടെ ശബ്ദം ലാഗ് ഉള്ളതുകൊണ്ട് ഇനി അത് അവിടെ വന്നാൽ നിർത്തുമെന്ന് വിചാരിച്ച് ഞാൻ
ചിരി പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അത് ഗംഭീരമായി. അത് എന്തായാലും ഈ വേദികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? അതിന്റെയൊക്കെ ഈ പറയുന്ന സംഭവമൊക്കെ ആ ഒരു മ്യൂസിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓഡിയൻസിന് കേൾക്കുമ്പോഴത്തേക്കൊരു മനസ്സിലായി. നമ്മൾ സ്റ്റേജിൽ പോകുമ്പോൾ അപ്പൊ പ്രീതിമ എങ്ങനെയാണ് റെക്കോർഡഡ്, നമ്മുടെ വോയിസ് റെക്കോർഡഡ്, ഇതിന് പശ്ചാത്തലമായിട്ടുള്ള സംഭവങ്ങൾ ട്യൂണൊക്കെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്? അതെ അതെ. എന്നിട്ട് ലൈവായിട്ട് ഓഡിയൻസിന്റെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ പെർഫോം ചെയ്യാണ്. ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള ഒരു വേദി ഓർക്കുവാണെങ്കിൽ എവിടെയായിരിക്കും അത്? എനിക്ക് അതായത് ചാനലിൽ ആണോ അതോ പുറത്ത് ഷോ ചെയ്തതിലാണോ? പുറത്ത് ഷോ പോയി നമ്മൾ ചെയ്യുമല്ലോ, അപ്പോൾ ആ മൈക്ക് വ്യത്യാസമാണല്ലോ. ചാനൽ മൈക്കിനപ്പുറത്തേക്ക് കുറേ ഓഡിയൻസിന്റെ മുമ്പിൽ നമ്മൾ നിന്ന് ചെയ്യുമ്പോൾ അത് വേറെ, അതായത് അതിന്റെ ഔട്ട് പോയി നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല അത് എങ്ങനെയാണ് അവരിലേക്ക് എത്തിയത് എന്നുള്ളത്. നമ്മൾ വേദിയിലാണ്. അപ്പൊ അങ്ങനെ കയ്യടി കിട്ടിയ താരം ഏതാണ്, വേദി ഏതാണ്? അതെ അതെ, നല്ല എനിക്ക് തോന്നുന്നു ഞാൻ മൊയ്തീനകത്ത് ഇന്ന് നിന്റെ മൊയ്തീനകത്ത് പാർവതിയുടെ സ്പോട്ട് ഡബിങ്ങിൽ ഭയങ്കരമായിട്ട് കയ്യടി കിട്ടാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുറച്ച് താരങ്ങളുണ്ടല്ലോ, ഈ ARM സുരഭി ചേച്ചി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഛോട്ടാ മുംബൈയിലെ അമ്മയുടെ ശബ്ദമൊക്കെ ചെയ്യുമ്പോൾ നല്ല കയ്യടി കിട്ടാറുണ്ട്. ഈ പാർവതി തിരുവോത്ത് ഈ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് മിമിക്രിയിൽ ഒരാളുടെ നേരത്തെ ഉള്ള ശബ്ദം അല്ലെങ്കിൽ പല പല സിനിമയിലെ വേറെ വേറെ വേരിയേഷൻസ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട് ഏതെങ്കിലുമൊക്കെ നായികമാരുടേത്? അങ്ങനെ അതായത് വേറെ ഡയലോഗ് എടുത്തിട്ടാണോ? അതെ, വേറെ ആൾക്കാർ ചെയ്ത ഡയലോഗ് പാർവതിയുടെ എന്ന് നിന്റെ മൊയ്തീൻ അല്ല, എന്ന് നിന്റെ മൊയ്തീനിലുള്ള പാർവതി ആയിരിക്കില്ല മറ്റൊരു സിനിമയിലുള്ള പാർവതി. അപ്പൊ അങ്ങനെ ആ ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കായിരുന്നു. അതെ അതെ അതെ, ചെയ്ത് നോക്കാറുണ്ട്. ഞാൻ രജിഷ വിജയന്റെ ഒക്കെ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. രജിഷ വിജയൻ നമുക്കൊന്ന് ചെയ്താലോ? ചെയ്യാം. അപ്പൊ ലവ് എന്ന് പറഞ്ഞ സിനിമയിലെ ആണ് ചെയ്യുന്നത്. വെറുതെ തർക്കിച്ച് ജയിക്കാൻ, എന്നെ ഹേർട്ട് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ആലോചിച്ച അനുപേന്റെ തലയിൽ കൂടെ പോകുന്ന 10,000 കാര്യങ്ങളാണ്. അതൊന്നും നിനക്കറിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോ. ഞാൻ മാറില്ല. എനിക്കിപ്പോൾ അറിയണം അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ. നീ പറഞ്ഞു സംസാരിച്ചിട്ട് പൊക്കോ. നീ പറ, അവളെയാണോ വേണ്ടേ എന്നെയാണോ വേണ്ടേ? അത് ഗംഭീരായി. ഇനി നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ശബ്ദങ്ങളുണ്ട്, ഞാൻ പറയാം, പേര് പറയാം. അത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കേൾപ്പിക്കാം. ഓക്കെ, സോന നായർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സുന്ദരേഷിന് ഇതൊന്നും കേട്ടിട്ടില്ല? പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്ന ഭാര്യ. അങ്ങോട്ട് പിടിക്കരുത് ശശിയേട്ടാ. രാവിലെ ആകുമ്പോ യവന്റെ സുന്ദരി, രാത്രി ആകുമ്പോ കാനന്റെ സുന്ദരി, ഒക്കെ ചീത്ത സിനിമകളുടെ പേരുകളാ. എനിക്കറിയാം. പ്രീതിമ, ഈ ഡയലോഗ് ഭയങ്കര പ്രശ്നമാണല്ലോ. നമ്മളിപ്പോ ശബ്ദത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഡയലോഗ് പോയാൽ കയ്യിൽ നിന്ന് പോയതാണല്ലേ? അതെ അതെ അതെ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഏറ്റവും എനിക്ക് സായി പല്ലവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സമന്ത ഭയങ്കര, ഒരുപാട് പേര് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, സമന്ത നന്നായിട്ടുണ്ട്. സമന്ത കേട്ടാലോ നമുക്കൊന്ന്? ഓക്കെ. സമന്തയും നയൻതാരയായിട്ടുള്ള ഒരു കോംബോ സാധനം ചെയ്യാം. ശരി ശരി. ராம்போ, உனக்கு நெதா பிடிச்சிருக்குன்னு தெரியுது. அதை அவகிட்ட ஓப்பனா சொல்லிடு. கதிச்சு தான் பிடிக்கும், எனக்கு கதிச்சு கூட தான் இருப்பேன், அது டைரக்டா சொல்லிடு. நாம 2 பேரும் அப்படியே எங்கேயாச்சு. என்னை விட்டு என்னை தாண்டி அவகிட்ட போயிடுவ நீ. ഓക്കെ, അപ്പൊ ഈ ഇങ്ങനത്തെ കോമ്പിനേഷൻസും വേദികളിൽ ചെയ്യാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആവേശ മൂവിയിലെ അമ്മ. ഓക്കെ. മോനെ, രംഗമോനെ, മോ ഹാപ്പിയാണോ? ബിബി മോൻ ഹാപ്പിയാണോ? മോനൊന്ന് ശ്രദ്ധിച്ചോണേ, അവന് പരീക്ഷയൊക്കെ വരുവാ.
ഓക്കെ മോനെ. വീട്ടിലെ കാര്യങ്ങൾ പറയൂ. വീട്ടിൽ എവിടെയാണ് പ്രീതിമയുടെ സ്ഥലം? എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? എവിടെ വെച്ചിട്ടാണ് ഈ എന്റെ പ്രാക്ടീസ് ഒക്കെ നാട് ചെയ്യാറ്? കൊല്ലുക. എന്റെ നാട് കൊല്ലുക. പിന്നെ ഞാൻ സിംഗിൾ മദറാണ്. ബ്രദറുണ്ട്, അവൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ എറണാകുളത്താണ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി എറണാകുളത്ത് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. മോനാണോ മോളാണോ? മോനാണ്. മോനാണ്. മോൻ എത്രാം ക്ലാസ്സിലായി? അമ്മയ്ക്ക് എങ്ങനെയാണ് സപ്പോർട്ട് മോന്റെ? സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണേ. അത്രേ ആയിട്ടുള്ളൂ, കുഞ്ഞു കുട്ടിയാണ്. ഈ നമുക്ക് എപ്പോഴും ഒരാളുണ്ടാവുമല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ശരിയാണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാൻ ഒരാളുണ്ടാവുമല്ലോ, നമ്മൾ ചെയ്ത് ആദ്യം ഒരു കാര്യം ചെയ്ത് കേൾപ്പിക്കുന്നത്. അത് ആരോടായിരിക്കും? അത് എൻ്റെ ഫ്രണ്ടുണ്ട്, ഇപ്പൊ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സജിന എന്നാ പേര്. പുള്ളിക്കാരി അടുത്തായിരിക്കും ചിലപ്പോ ചോദിക്കാം. പുള്ളിക്കാരി നല്ല വിമർശക കൂടിയാണോ? വിമർശനം പറയോ? ഇത് ശരിയായില്ല എന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. എല്ലാം ഒറ്റവാക്ക് ഉത്തരമാണ്. എനിക്ക് എന്റെ ചോദ്യം വളരെ വലുതും പ്രീതിമയുടെ ഉത്തരം വളരെ ചെറുതുമാണ്. ഞാൻ അല്ല, പെട്ടെന്ന് ലൈവ് ആയതുകൊണ്ട് കുറെ ടൈം എടുക്കൂലേ ഈ കുറച്ചൊന്ന് കേൾക്കാൻ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പ്രീതിമ ഇത് നന്നായി സംസാരിക്കുന്ന ആളാണ്, പക്ഷെ ലൈവിന്റെ ഒരു പേടി ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ഉണ്ട്, തീർച്ചയായും. അപ്പൊ അത് എന്തായാലും ഇന്നത്തോടെ അത് മാറണം കേട്ടോ. ഇതിപ്പോ ഔട്ട് വരുമ്പോ വിചാരിക്കും, അല്ലെങ്കിൽ ഇനി ഒന്നുകൂടി ഇത് പ്രീതിമ കാണുമോ വിചാരിക്കും, അയ്യോ എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു എന്ന് പ്രീതിമ തന്നെ വിചാരിക്കും. അതെ അതെ, മറ്റേ മൈക്കിലൂടെയാണല്ലോ നമ്മൾ കൂടുതലും ചെയ്യാറും. അങ്ങനെ ശബ്ദം നമ്മൾ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോ ജസ്റ്റ് വാ പൊത്തുകയോ അല്ലെങ്കിൽ മൂക്കില് സൈഡ് ഫേസ് കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അത് നമുക്കിപ്പോ ഈ മൈക്കില് അങ്ങനെ അത്ര പറ്റില്ലായിരിക്കും. അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ല, അതായത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഞാൻ ചെയ്യുന്നിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവരുടെയൊക്കെ വോയിസ് എടുക്കുമ്പോൾ കുറച്ചൊന്ന് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, ത്രോട്ട് ഒന്ന്. ഈ വേതാളത്തിലാണ് തുടങ്ങിയെന്ന് പറഞ്ഞത്, നമുക്ക് വേതാളത്തിൽ അവസാനിപ്പിക്കാം. വേതാളത്തിന്റെ ശബ്ദം അനുകരിച്ചാണ് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഓക്കെ. പാപം പത്മാവതി, അവളുടെ കഥ കഴിഞ്ഞു അല്ലേ മഹാരാജൻ? ഒരു കുമാരി കരഞ്ഞുകൊണ്ട് വരുന്നു, നമുക്ക് എന്താണ് തിരക്കാം മഹാരാജ? ശരി, അപ്പൊ പ്രീതിമ എന്തായാലും ഒരുപാട് വേദികൾ ഇനിയും ഉണ്ടാകട്ടെ. ഒറ്റ കാര്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ എവിടെയെങ്കിലും പാളിയിട്ടുണ്ടോ? ചെന്ന് വേദിയിൽ നിന്നിട്ട് ശബ്ദമാണ് അപ്പം വരേണ്ടതാണ്, അപ്പോ അങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നിട്ടുണ്ടോ? ഇപ്പൊ പാളിച്ച വന്നിട്ട് എനിക്കിത് ഇപ്പോഴാണ് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു. അത് ടെൻഷൻ ആവേണ്ട, ആളുകൾ മനസ്സിലാക്കിക്കോളും. ലൈവ് പ്രോഗ്രാം ആണ്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെ അതെ, അതിന്റെ ഒരു ടെൻഷനേ വേണ്ട കേട്ടോ. അയ്യോ ഞാൻ വന്ന് മോശമാക്കി എന്നൊരു ടെൻഷനേ വേണ്ട. പ്രീതിമ എന്താണെന്ന് ആളുകൾക്ക് അറിയാം. അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അതെ, തീർച്ചയായിട്ടും. ലൈവ് ആ എക്സ്പീരിയൻസ് തന്നത് ഞങ്ങളാണ്, News 18 ആണ്. അപ്പൊ ഇനി ഒരുപാട് ലൈവിലൊക്കെ പോകാൻ പറ്റട്ടെ. ഇതുപോലെ ലൈവിൽ വന്നിട്ട് അതിനുള്ള റെക്കോർഡൊക്കെ കിട്ടട്ടെ, ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയ ആളല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. എല്ലാവിധ ആശംസകളും. ഓക്കെ ഓക്കെ, താങ്ക് യു. News 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.